ഒന്നാമത്തെ യൂണിറ്റിലുള്ള രണ്ടാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ വേണ്ടി പോകുന്നത്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഈ ഒരു ചാപ്റ്ററിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് എന്നുള്ളത് വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിച്ചെടുക്കാം. എനി വുമൻ എന്നുള്ളതാണ് നമ്മുടെ പോയത്തിന്റെ പേര്. നമുക്കിവിടെ ഒരു കവിതയാണ് പഠിക്കാനുള്ളത്. നമ്മുടെ എഴുത്തുകാരിയുടെ പേര് അല്ലെങ്കിൽ പോയറ്റിന്റെ പേരാണ് കാതറിൻ ടൈനൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. കാതറിൻ ടൈനൻ എന്ന് പറയുന്നത് ഒരു ഐറിഷ് ബോൺ പോയിട്ടാണ്, ഐറിഷുകാരിയായിട്ടുള്ള പോയിട്ടാണ്. ടൈറ്റിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, എനി വുമൻ എന്നുള്ളതാണ്. ഏതൊരു സ്ത്രീയും എന്നാണ് അതിന്റെ അർത്ഥം. അല്ലെങ്കിൽ ഏതൊരു സ്ത്രീയെ കുറിച്ചിട്ടാണ് പറയുന്നത്, ഏതൊരു അമ്മയെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഒരു ഹൗസ് ഹോൾഡ് സെറ്റിങ്ങിനകത്ത് ഒരു സ്ത്രീ, ഒരു അമ്മ എന്താണെന്നുള്ളത് കാണിച്ചു തരുന്ന ഒരു കവിതയാണ് എനി വുമൻ എന്ന് പറയുന്നത്. ഇനി ഒന്നാമത്തെ സ്റ്റാൻസിൽ എന്താ പറയുന്നത് നമുക്ക് നോക്കാം. ഐ ആം ദ പില്ലേഴ്സ് ഓഫ് ദ ഹൗസ്, ദ കീസ്റ്റോൺ ഓഫ് ദി ആർച്ച് ആം ഐ. ടേക്ക് മീ അവേ ആൻഡ് റൂഫ് ആൻഡ് വാൾ വുഡ് ഫോൾ ടു റൂയിൻ മീ അട്ടർലി. ഞാൻ ഈ വീടിന്റെ പില്ലറുകളാകുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇവിടുത്തെ സ്പീക്കർ ആരായിരിക്കും? ഈ കവിതയിലുള്ള സ്പീക്കർ എന്ന് പറയുന്നത് ഒരു അമ്മയാണ്. ആ അമ്മ പറയാണ് ഞാൻ ഈ വീടിന്റെ തൂണുകളാകുന്നു എന്ന് പറഞ്ഞത്. ഒരു തൂണ് ഒരു വീടിന് എന്താണ് കൊടുക്കുന്നത്? ആ വീടിന് സ്ട്രെങ്ത് ആണ് കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ അമ്മ ഉദ്ദേശിക്കുന്നത് ഈ വീടിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഞാനാണെന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇതൊരു മെറ്റഫർ ആണ് കേട്ടോ. ഇങ്ങനെ പറയുന്നതിനെയാണ് നമ്മൾ മെറ്റഫർ എന്ന് പറയുന്നത്. ദ കീസ്റ്റോൺ ഓഫ് ദി ആർച്ച് ആം ഐ. എന്താണ് കീസ്റ്റോൺ? നമ്മൾ ആർച്ചുകൾ കണ്ടിട്ടില്ലേ? ഈ ഒരു സ്ട്രക്ചറിനെ നമ്മൾ ആർച്ച് എന്ന് പറയുന്നത്. സോ ആർച്ച് അതുപോലെ ഇങ്ങനെ വളഞ്ഞു നിൽക്കാനുള്ള കാരണം എന്ന് പറയുന്നത് അവിടെ ഒരു ആണിക്കല്ല് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതിനെയാണ് നമ്മൾ കീസ്റ്റോൺ എന്ന് പറയുന്നത്. ആ ആർച്ചിന്റെ കീസ്റ്റോൺ ഞാനാകുന്നു എന്ന് പറഞ്ഞാൽ എന്താ? ആ ഒരു ബാലൻസ് കൊണ്ടുവരുന്നത്, ആ വീടിന് ബാലൻസ് കൊണ്ടുവരുന്നത്, ആ വീടിന് റിജിഡിറ്റി കൊടുക്കുന്നത്, ഇതെല്ലാം ഞാനാകുന്നു എന്നാ പറഞ്ഞല്ലേ. തല തിരിച്ചിട്ടാ പറഞ്ഞത്. നിങ്ങൾ ശ്രദ്ധിച്ചോ? ദ കീസ്റ്റോൺ ഓഫ് ദി ആർച്ച് ആം ഐ എന്നുള്ളതാ. ഐ ആം ദ കീസ്റ്റോൺ ഓഫ് ദി ആർച്ച് എന്നല്ല പറഞ്ഞത്. ഇങ്ങനെ തല തിരിച്ച് പറയുന്നതിനാണ് അനാസ്ട്രഫി എന്ന് പറയുന്നത്. അനാസ്ട്രഫി നമുക്ക് രണ്ടാമത്തെ വരിയിൽ കാണാൻ വേണ്ടി പറ്റും. ഈ രണ്ടാമത്തെ വരിയും എന്ത് തന്നെയാണ്? മെറ്റഫർ തന്നെയാണ്. ഇനി ഇവിടെ വിഷ്വൽ ഇമേജറി ആയിട്ട് നമുക്ക് പില്ലറുകൾ, ഹൗസുകൾ, കീസ്റ്റോൺ, ആർച്ച് ഒക്കെ നമുക്ക് ഈ വരികൾ വായിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി ടേക്ക് മീ അവേ ആൻഡ് റൂഫ് ആൻഡ് വാൾ വുഡ് ഫോൾ ടു റൂയിൻ മീ അട്ടർലി. നിങ്ങൾ എന്നെ അവിടുന്ന് എടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ വീട്ടിലുള്ള റൂഫും ഈ വീട്ടിലുള്ള വാളുകളൊക്കെ എന്താവും? നശിച്ചു പോകുന്ന പറയുന്നത്. റൂയിൻ മീ അട്ടർലി, ആ വീട് മൊത്തമായിട്ട് മുഴുവനായിട്ടും എന്നുള്ള ഒരു അർത്ഥത്തിലാണ് അട്ടർലി എന്നുള്ള വേർഡ് യൂസ് ചെയ്തിരിക്കുന്നത്. റൂയിൻഡ് ആവും, നശിച്ചു പോകും എന്നാണ് ഇവിടെ പറയുന്നത് ഒന്നാമത്തെ സ്റ്റാൻസയിൽ. ഇനി രണ്ടാമത്തെ സ്റ്റാൻസയിലേക്ക് വന്നാൽ ഐ ആം ദ ഫയർ അപ്പോൺ ദ ഹാർട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഈ ഹാർട്ട് എന്ന് പറഞ്ഞാൽ? ഹാർട്ട് എന്ന് വെച്ചാലേ നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നില്ലടാ, ഈ തണുപ്പുള്ള രാജ്യങ്ങളിലൊക്കെ നമ്മൾ തീ കായാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന നെരിപ്പോടിനെയാണ് നമ്മൾ ഹാർട്ട് എന്ന് പറയുന്നത്. ആ ഹാർട്ടിലുള്ള ഫയർ ആണ് ഞാൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം എന്താണ്? ഈ തണുപ്പുള്ള രാജ്യങ്ങളിൽ അത്തരം വീടുകളിലൊക്കെ അല്ലേ അവർ കംഫർട്ട് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു വാംത്ത് പ്രൊവൈഡ് ചെയ്യുന്നത് ആ നെരിപ്പോടിൽ തീ പുകഞ്ഞെങ്കിലേ അവർക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ വേണ്ടി പറ്റുള്ളൂ, അല്ലെങ്കിൽ അവർ തണുത്തുറഞ്ഞു പോകും അല്ലേ. അപ്പൊ അവിടെ വാംത്ത് പ്രൊവൈഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഊഷ്മളത, അല്ലെങ്കിൽ കംഫർട്ട് എന്നൊക്കെ നമുക്ക് പറയാം. ആ വീടിന് കംഫർട്ട് കൊടുക്കുന്നത് അത് ഞാനാണെന്നാ പറയുന്നത്. ഇത് ഞാനാണെന്ന് പറയുമ്പോൾ എന്താണ്? അത് മെറ്റഫർ ആണെന്ന് നമുക്ക് കാണാം. അഞ്ചാമത്തെ വരിയിൽ മെറ്റഫർ ഉണ്ട്. ഐ എം ദ ലൈറ്റ് ഓഫ് ദ ഗുഡ് സൺ. ഒരു സൂര്യന്റെ വെളിച്ചം ഞാനാകുന്നു എന്ന് പറയുമ്പോൾ അല്ലേ, അത് എന്തിൻ്റെയൊക്കെ വെളിച്ചമാവാം? വെളിച്ചം എന്ന് പറയുന്നത് നോളജ് ആവാം, അറിവാകാം, അല്ലെങ്കിൽ ഗൈഡൻസ് ആവാം, വഴികാട്ടിയാവാം. അതൊക്കെയാണ് വെളിച്ചം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അവിടെയും എന്ത് കാണാം? നമുക്ക് മെറ്റഫർ കാണാൻ വേണ്ടി പറ്റും. ഐ ആം ദ ഹീറ്റ് ദാറ്റ് വാർംസ് ദി എർത്ത്. എർത്തിനെ ഇവിടെ ആക്ച്വലി ഉദ്ദേശിച്ചത് ആ വീടിനെ തന്നെ കേട്ടോ. ആ വീടിന് വാംത്ത് കൊടുക്കുന്ന, അല്ലെങ്കിൽ വാംത്ത് ഓഫ് ലവ് എന്ന് നമുക്ക് പറയാം. സ്നേഹത്തിന്റെ ഊഷ്മളത, വാംത്ത് ഓഫ് ലവ് എന്ന് വെച്ചാൽ സ്നേഹത്തിന്റെ ഊഷ്മളത, അത് കൊടുക്കുന്നതും ഞാനാണെന്ന് പറയുന്നത്. വിച്ച് എൽസ്വെയർ കോൾഡർ ദാൻ എ സ്റ്റോൺ. ഞാൻ ഇല്ലാത്തൊരു സിറ്റുവേഷൻ ഉണ്ടെങ്കിലേ, നിങ്ങൾ എന്നെ അവിടുന്ന് മാറ്റി കഴിഞ്ഞാലേ ഒരു തണുത്തുറഞ്ഞ കല്ല് പോലെ ആവും എന്നുള്ളതാ. എന്ന് വെച്ചാൽ എന്താ? അത് ലൈഫ്ലെസ് ആയിട്ട് മാറും. ലൈഫ്ലെസ് ആയിട്ട് മാറുക വെച്ചാൽ ഒരു ജീവൻ ഇല്ലാത്ത, അല്ലെങ്കിൽ ജീവൻ പോസിബിൾ അല്ലാത്ത ഒരു സ്ഥലമായിട്ട് മാറും എന്ത്? ആ വീട് എന്നാണ് അവിടെ പറയുന്നത്. സോ ഇവിടെ അനഫോറ യൂസ് ചെയ്തിട്ടുണ്ട്. അനഫോറ എന്ന് വെച്ചാൽ ഒരു വരി കൺസിക്യൂട്ടീവ് ലൈൻസിൽ, അതായത് അടുത്തടുത്ത വരികളിൽ ഒരേ വാക്ക് വെച്ചിട്ടാണ് ഈ കവിത സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ കവിത പോകുന്നത്. ഐ എം ദ ഫയർ അപ്പോൺ ദ ഹാർട്ട്, ഐ എം ദ ലൈറ്റ് ഓഫ് ദ ഗുഡ് സൺ, ഐ എം ദ ഹീറ്റ് ദാറ്റ് വാർംസ് ദി എർത്ത് എന്നൊക്കെ പറയുന്നിടത്ത് ഐ ആം എന്ന് വെച്ചിട്ടാണ് അത് പോകുന്നത്. ഇവിടെ എന്താണ്? ഇതിനെയാണ് നമ്മൾ അനഫോറ എന്ന് ഇവിടെ പറയുന്നുണ്ട്. വിഷ്വൽ ഇമേജസ് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട, നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഇതിലുള്ള വിഷ്വൽ ഇമേജസ് ആണ്. ഇതിൽ ഹീറ്റ് വാർംസ് ദി എർത്ത്, കോൾഡർ ദാൻ സ്റ്റോൺ എന്നൊക്കെ പറയുന്നത് ഇതിലുള്ള ടാക്ടൈൽ ഇമേജുകളാണ്. റൈമിംഗ് സ്കീം എന്ന് പറയുന്നത് ഇവിടെ അത്ര ഇമ്പോർട്ടന്റ് അല്ല, പക്ഷെ റൈമിംഗ് വേർഡ്സ് ഹാർത്ത്, എർത്ത്, സ്റ്റോൺ, സൺ എന്നൊക്കെ പറയുന്നത് എന്താണ്? റൈമിംഗ് വേർഡ്സ് ആണ്. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്ക്. ഇനി മൂന്നാമത്തെ സ്റ്റാൻസയിലേക്ക് പോവാണെങ്കിൽ അറ്റ് മീ ദ ചിൽഡ്രൻ വാം ദെയർ ഹാൻഡ്സ്, ഐ ആം ദെയർ ലൈറ്റ് ഓഫ് ലവ് അലൈവ്. എന്താണ്? ഈ വീട്ടിലുള്ള കുട്ടികളിലെ അവരുടെ കംഫർട്ട് കണ്ടെത്തുന്നത്, വാംത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടു അല്ലേ,
വാംത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഊഷ്മളത അല്ലെങ്കിൽ കംഫർട്ട്. ഓക്കെ, ആ വീട്ടില് ആ കുട്ടികൾ കംഫർട്ട് കണ്ടെത്തുന്നത് ആ അമ്മയിലൂടെയാണ് എന്ന് ഇവിടെ പറയുന്നുണ്ട്. ഐ എം ദർ ലൈറ്റ് ഓഫ് ലവ് അലൈവ്, ജീവിച്ചിരിക്കുന്ന അവരുടെ സ്നേഹത്തിന്റെ ഏറ്റവും നല്ല തെളിവ് എന്ന് പറയുന്നത്, സ്നേഹത്തിന്റെ വെളിച്ചം എന്ന് പറയുന്നത് അത് ഞാനാകുന്നു എന്ന് പറയുന്നത്. അപ്പൊ ഐ എം ദർ ലൈറ്റ് ഓഫ് ലവ് എന്ന് പറയുന്നിടത്ത് എന്ത് കാണാം? നമുക്ക് മെറ്റഫർ കാണാൻ വേണ്ടി പറ്റും. വിത്തൗട്ട് മീ കോൾഡ് ദ ഹാർട്ട് സ്റ്റോൺ സ്റ്റാൻഡ്സ്, നമ്മൾ നേരത്തെ കീ സ്റ്റോൺ കണ്ടില്ലേ, അതായത് ആർച്ചിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റോൺ ആണ് ആർച്ച് സ്റ്റോൺ എന്ന് പറയുന്നത്. ഇതുപോലെ ഹാർത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്റ്റോൺ ആണ് ഹാർട്ട് സ്റ്റോൺ. കീ സ്റ്റോൺ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റോൺ ആണ് ഹാർട്ട് സ്റ്റോൺ എന്ന് പറയുന്നത്. ഞാൻ അവിടെ ഇല്ലാന്നുണ്ടെങ്കിലേ ആ വീട്ടിൽ എന്തുണ്ടാവില്ല? വാംത്ത് ഉണ്ടാവില്ല, കംഫർട്ട് ഉണ്ടാവില്ല, അത് ലൈഫ്ലെസ് ആയിട്ട് മാറും. അതുകൊണ്ട് തന്നെ ആ വീട് ഭയങ്കര തണുത്തുറഞ്ഞ കല്ല് പോലെയാവും, അല്ലെങ്കിൽ അത് കോൾഡ് ആവും. ഈ ഹാർട്ട് സ്റ്റോൺ കോൾഡ് ആവുക എന്ന് പറഞ്ഞാൽ എന്താ? ആ വീടിനകത്ത് തീ പുകയുന്നില്ല, അല്ലെങ്കിൽ അവിടെ വാംത്ത് ഇല്ല, അവിടെ കംഫർട്ട് ഇല്ല എന്നുകൊണ്ടാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോർ കുഡ് ദ പ്രഷ്യസ് ചിൽഡ്രൻ ത്രൈവ്, ആ വീട്ടിലുള്ള ഓമന മക്കൾ, അതാണ് പ്രഷ്യസ് ചിൽഡ്രൻ എന്ന് പറയുന്നത്. ത്രൈവ് ചെയ്യില്ല എന്ന് വെച്ചാൽ എന്താ? വളരില്ല എന്നാണ്. ഗ്രോ അല്ലെങ്കിൽ വളരില്ല, ഒരു തരത്തിലും അവർ നന്നായില്ല, അല്ലെങ്കിൽ അവർ ഒട്ടും നന്നായിട്ട് വളരില്ല എന്നാണ് ആ വരി കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇവിടെ റൈമിംഗ് വേർഡ്സ് ആയിട്ട് ഹാൻഡ്സ്, സ്റ്റാൻഡ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഹാൻഡ്സ്, പിന്നെ ദാ സ്റ്റാൻഡ്സ്, അതുപോലെ തന്നെ അലൈവ്, ത്രൈവ് എന്ന് പറയുന്നത് എന്താ? റൈമിംഗ് വേർഡ്സ് ആയിട്ട് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് അടുത്ത സ്റ്റാൻസയിലേക്ക് പോവാം. ഐ ആം ദ ട്വിസ്റ്റ് ദാറ്റ് ഹോൾഡ്സ് ടുഗദർ ദ ചിൽഡ്രൻ ഇൻ എ സേക്രഡ് റിംഗ് എന്ന് ഇവിടെ പറയുന്നുണ്ട് അല്ലെ. ഞാനാണ് എന്ത്? ഒരു കെട്ട്. ട്വിസ്റ്റ് എന്ന് വെച്ചാൽ ഒരു കെട്ടിനെയാണ്. ആ കെട്ട് എന്ത് ചെയ്യുന്നു? ഹോൾഡിങ് ടുഗദർ, എല്ലാത്തിനെയും ചേർത്ത് നിർത്തുന്നു. ദ ചിൽഡ്രൻ ഇൻ എ സേക്രഡ് റിംഗ്, എന്തിനാ ചേർത്ത് നിർത്തുന്നത്? കുട്ടികളെയാണ് ഇവിടെ ചേർത്ത് നിർത്തുന്നത്. എന്തിനകത്താ ചേർത്ത് നിർത്തുന്നത്? ഫാമിലിക്കകത്താ ചേർത്ത് നിർത്തുന്നത്. കുടുംബമാകുന്ന ഒരു സേക്രഡ് റിംഗ്, ഒരു മായിക വലയത്തിനകത്ത്. ആ മായിക വലയം എന്ന് പറയുന്നത് എന്താണ്? ഫാമിലിയാണ് കേട്ടോ. ആ ഫാമിലിക്കകത്ത് ഈ കുട്ടികളെ ചേർത്ത് നിർത്തുന്ന ഒരു കെട്ടാണ് ഞാൻ, അല്ലെങ്കിൽ ഒരു ചരടാണ് ഞാൻ എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഐ എം ദർ നോട്ട് ഓഫ് ലവ്, അത് എന്തിന്റെ കെട്ടാ? സ്നേഹത്തിന്റെ കെട്ടാ. ഞാനൊരു ചിത്രം കൊടുത്തിട്ടുണ്ട്. സ്നേഹത്തിന്റെ നോട്ടാ, സ്നേഹത്തിന്റെ ഒരു കെട്ടാണ് ഞാൻ. ഫ്രം ഹൂസ് ക്ലോസ് ടെതർ, ടെതർ എന്ന് വെച്ചാലില്ലേ ഒരു നൂലിനെയാണ് നമ്മൾ ടെതർ എന്ന് പറയാം. ആ ഒരു നൂൽക്കെട്ടിലെ നോ ലോസ്റ്റ് ചൈൽഡ് ഗോസ് എ വാണ്ടറിങ്, ഒരു കുട്ടിയും എന്താവില്ല? വാണ്ടർ ചെയ്തു പോവില്ല, അല്ലെങ്കിൽ വഴി തെറ്റി പോവില്ല, വഴി തെറ്റില്ല എന്നാണ് നോ ലോസ്റ്റ് ചൈൽഡ് ഗോസ് എ വാണ്ടറിങ് എന്ന് ഇവിടെ പറയുന്നത്. 13ാമത്തെ വരിയിലടാ ഐ ആം ദ ട്വിസ്റ്റ് ദാറ്റ് ഹോൾഡ്സ് ടുഗദർ എന്ന് പറയുന്നത് മെറ്റഫർ ആണ്. ഇവിടെ ഒരു അലിട്രേഷൻ കാണാൻ വേണ്ടി പറ്റും. ട്വിസ്റ്റ് ദാറ്റ് ഹോൾഡ് ടുഗദർ, ടി റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, അലിട്രേഷൻ ആണ്. റൈമിംഗ് വേർഡ്സ് ആയിട്ട് ടുഗദർ, ടെതർ, റിംഗ് എ വാണ്ടറിംഗ് എന്ന് നമുക്ക് പറയാൻ പറ്റും. വിഷ്വൽ ഇമേജസ്, നമുക്ക് കാണാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും വിഷ്വൽ ഇമേജസ് തന്നെയാണ്. അടുത്ത സ്റ്റാൻസയിലേക്ക് പോവാം. ഐ ആം ദ ഹൗസ് ഫ്രം ഫ്ലോർ ടു റൂഫ്, ഈ വീടിന്റെ ഫ്ലോർ മുതൽ റൂഫ് വരെ എല്ലാം ഞാനാണ്. എന്ന് വെച്ചാൽ ഈ വീടിന്റെ ഒരു എൻറ്റയറിറ്റി എന്ന് പറയുന്നത്, ഈ വീട് മൊത്തമായിട്ടും ഞാനാണെന്ന് പറയുന്നതും, ഈ വീട്ടിലുള്ള സകലമായ കാര്യങ്ങളും, ഈ വീട്ടിൽ എന്തൊക്കെ നടക്കുന്നു, ഈ വീട്ടിൽ ആരൊക്കെ വന്നു, ഈ വീട്ടിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു, എല്ലാം എനിക്കറിയാൻ പറ്റുന്നതാണ് അമ്മ പറയുന്നത്. എന്താണ്? മെറ്റഫറാണ്. 17ാമത്തെ വരി മെറ്റഫറാണ്. ഐ ഡെക്ക് ദ വാൾസ്, ഡെക്ക് ദ വാൾസ് എന്ന് വെച്ചാൽ ഡെക്കറേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡെക്ക് ചെയ്യുക എന്ന് പറയുന്നത്. ഡെക്കറേറ്റ്, ഞാനാണ് ഈ ചുമരുകൾ അലങ്കരിക്കുന്നത്. ദ ബോർഡ് ഐ സ്പ്രെഡ്, ബോർഡ് ഐ സ്പ്രെഡ് എന്ന് വെച്ചാലേ നമ്മൾ ഈ തീൻമേശയിൽ, ഭക്ഷണം കഴിക്കുന്ന മേശയിലെ തണുപ്പുള്ള രാജ്യങ്ങളിൽ അവരൊരു ബോർഡ്, ഒരു വിരി വിരിക്കും. ആ വിരി വിരിക്കുന്നതിനെയാണ് ദ ബോർഡ് ഐ സ്പ്രെഡ് എന്ന് പറഞ്ഞാൽ. ആ വിരി ഭക്ഷണം കഴിക്കാൻ, അല്ലെങ്കിൽ ഭക്ഷണം ഞാൻ വിളമ്പും എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഐ സ്പിൻ ദ കർട്ടൻ, കർട്ടനുകൾ തുന്നുന്നതും ഞാനാണ്. സ്പിൻ ചെയ്യാന്ന് വെച്ചാൽ എന്താ? തുന്നുക എന്നുള്ള ഒരർത്ഥത്തിലാണ്. വാർപ്പ് ആൻഡ് വൂഫ്, വാർപ്പ് ആൻഡ് വൂഫ് എന്ന് വെച്ചാൽ ആ തുന്നുന്നതിന്റെ രീതിയാണ്. തലങ്ങനെയും വെലങ്ങനെയും എന്ന് പറയുന്ന പോലെ തന്നെ ആ ഒരു തുന്നുന്നതിന്റെ രീതിയാണ് വാർപ്പ് ആൻഡ് വൂഫ് എന്ന് പറയുന്നത്. ആൻഡ് ഷേക്ക് ദ ഡൗൺ ടു ബി ദെയർ ബെഡ്, അത് ഒരു ബേർഡുമായിട്ട് ഒരു സിംബോളിസം കൊടുത്തിട്ടുണ്ട്. ബേർഡുമായിട്ട് ഒരു സിംബോളിസം കൊടുത്തിട്ടുണ്ട്, ഒരു പ്രതീകമായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷികൾ എന്താ ചെയ്യുക? തൂവൽ പൊഴിച്ചുകൊണ്ടാണ് അവർക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ബെഡുകൾ ഒരുക്കുന്നത്. അതാണ് ഷേക്ക് ദ ഡൗൺ എന്ന് പറയുന്നത്. അവർ സ്വന്തം ശരീരത്തിൽ നിന്നാണ് ആ ഒരു ബെഡ് അവർക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കംഫർട്ട് ഒരുക്കുന്നത് അല്ലേ. അവർക്ക് വേണ്ടിയിട്ടുള്ള കംഫർട്ട് ഒരുക്കുന്നത് എന്താണ്? അതൊരു സാക്രിഫൈസ് ആണ്, അതൊരു ത്യാഗമാണ്. സ്വന്തം ശരീരത്തിൽ നിന്നാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെയാണ് അമ്മ എന്നിവിടെ പറയുന്നുണ്ടല്ലോ, ഒരു കമ്പാരിസൺ, അല്ലെങ്കിൽ ഇവിടെ ഒരു സിംബോളിസം കൊടുക്കുന്നുണ്ട്. എന്തിലേക്ക്? ബേർഡിലേക്ക്. ഞാനും അതുപോലെ എൻ്റെ ഒരുപാട് സുഖങ്ങളും എൻ്റെ ഒരുപാട് ലക്ഷറിയും കംഫർട്ടുകളൊക്കെ സാക്രിഫൈസ് ചെയ്തുകൊണ്ടാണ് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ തൂവൽ പൊഴിച്ചുകൊണ്ട് ബെഡ് ഉണ്ടാക്കുന്നത്, കിടക്ക വിരിക്കുന്നത് എന്നിവിടെ പറയുന്നുണ്ട്. അവസാനത്തെ സ്റ്റാൻസയിലേക്ക് പോകും. ഈ സ്റ്റാൻസയിൽ പിന്നെ എന്താ ഉള്ളത്? വാർപ്പ് ആൻഡ് വൂഫ് എന്ന് പറയുന്നിടത്ത് W റിപ്പീറ്റ് ചെയ്യുന്നത് കണ്ടോ? ഇത് അലിട്രേഷൻ ആണ്. റൈമിംഗ് വേർഡ്സ് ആയിട്ട് നമുക്ക്
റൂഫ് വൂഫ് സ്പ്രെഡ് ബെഡ് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. വിഷ്വൽ ഇമേജസ് കഴിഞ്ഞ സ്റ്റാൻസയിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും. ഇനി അവസാനത്തെ സ്റ്റാൻസ, ഐ ആം ദർ വാൾ അഗെയിൻസ്റ്റ് ഓൾ ഡേഞ്ചർ. എല്ലാ തരം അപകടങ്ങളിൽ നിന്നും അവരെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു വാൾ ഞാനാണെന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അമ്മയാണ് അവരെ കുട്ടികളെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. 21ാമത്തെ വരിയിൽ എന്തുണ്ട്? മെറ്റഫർ ഉണ്ട്. ദർ ഡോർ അഗെയിൻസ്റ്റ് വിൻഡ് ആൻഡ് സ്നോ. വിൻഡ് ആൻഡ് സ്നോ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഡേഞ്ചർ തന്നെയാണ് കേട്ടോ. അവരുടെ ആ ഒരു ഡേഞ്ചറിൽ നിന്ന് അവരെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു വാതിലാണ് ഞാൻ എന്നിവിടെ പറയുന്നു. ഇനി അവസാനത്തെ 2 വരികൾ എന്ന് പറയുന്നത് ഒരു പ്രാർത്ഥനയാണ്, ഒരു പ്രയറാണ്. ഇനി ആരോടാണെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. Thou whom a woman laid in a manger, take me not till the children grow. Thou എന്ന് വെച്ചാലല്ലേ പഴയ ഓൾഡ് ഇംഗ്ലീഷിൽ യു എന്നുള്ളതാണ്. നീ, നിന്നോടാണ് പറയുന്നത്. whom a woman laid in a manger. ആരെയാണോ ഒരു പുൽത്തൊഴുത്തിൽ ഒരു സ്ത്രീ കിടത്തിയത്, ആരാണത്? അത് ജീസസ് ക്രൈസ്റ്റ് ആണ്. ജീസസ് ക്രൈസ്റ്റ് ആണ്, അല്ലെങ്കിൽ ഉണ്ണിയേശു നമുക്ക് മലയാളത്തിൽ പറയാം, അല്ലെങ്കിൽ ബേബി ജീസസ്. ബേബി ജീസസിനോട് പറയാട്ടോ, ടേക്ക് മീ നോട്ട് ടിൽ ദ ചിൽഡ്രൻ ഗ്രോ. ഈ കുട്ടികൾ വളരുന്നവരെങ്കിലും നീ എന്നെ മരിപ്പിക്കല്ലേ, നീ എന്നെ കൊണ്ടുപോകല്ലേ എന്നുള്ളതൊരു പ്രാർത്ഥനയായിട്ട് പറയാം. ഇതൊരു പ്രയർ ആണെന്നുള്ളത് മനസ്സിലാക്കുക. 21ാമത്തെയും 22ാമത്തെയും വരിയിൽ മെറ്റഫർ കാണാൻ വേണ്ടി പറ്റും. വിഷ്വൽ ഇമേജസ് കാണാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും, വാള്, ഡോറ്, വിൻഡ്, സ്നോ എല്ലാം വിഷ്വൽ ഇമേജസ് ആണ്. ടാക്ടൈൽ ഇമേജ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന വിൻഡ് ആൻഡ് സ്നോ, ഇതൊരു ടാക്ടൈൽ ഇമേജ് ആണ് വരുന്നത്. ഡേഞ്ചർ മാനേജർ അല്ല, മേഞ്ചർ. ഡേഞ്ചർ, മേഞ്ചർ, സ്നോ, ഗ്രോ എന്നൊക്കെ പറയുന്നത് എന്താണ്? ഇവിടുത്തെ റൈമിംഗ് വേർഡ്സ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. 6 സ്റ്റാൻസ ആണുള്ളത്. 6 സ്റ്റാൻസിലും ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. തീർന്നോ? തീർന്നിട്ടില്ല. നമ്മൾ 3ാമത്തെയും 4ാമത്തെയും ചാപ്റ്ററുമായിട്ട് അടുത്ത വീഡിയോസിൽ വരുന്നതായിരിക്കും. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.